നല്ല അടിപൊളി മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു രക്ഷയില്ലാത്ത മഴയാണ്. അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ നമ്മളെ വലിയ പെരുന്നാളൊക്കെ കഴിഞ്ഞു. പെരുന്നാളിന് കിട്ടിയിട്ടുള്ള ബീഫിൻ്റെ പൊതി കഴിഞ്ഞിട്ടില്ല. ഇത് ലാസ്റ്റത്തെ പൊതിയാണ്. അപ്പോൾ നമ്മൾ ഇന്ന് രാത്രിക്കലേക്ക് കറി ഉണ്ടാക്കാനാണ് പരിപാടി. അപ്പോൾ രാവിലെ തന്നെ എഴുന്നേറ്റിട്ട് ബീഫൊക്കെ റെഡിയാക്കാണ്. ചെറിയ പീസാക്കി നുറുക്കിയിട്ട് കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ ഉച്ചക്ക് ഇതിൽ നിന്ന് കുറച്ച് പീസ് എടുത്ത് ഫ്രൈ ഉണ്ടാക്കിയിട്ട് ചോറിൻ്റെ കൂടെ കഴിക്കാൻ പോവാണ്. അപ്പോൾ ഇന്ന് ചോറിൻ്റെ കൂടെ സ്പെഷ്യൽ സാധനമാണ് പരിപ്പ് കറി. പരിപ്പ് കറിയും ബീഫ് വറുത്തതും നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ നമ്മൾ പരിപ്പ് കറി റെഡിയാക്കാൻ വേണ്ടിയിട്ട് കൊത്തിക്കാച്ചാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയിലാണ്. കുറച്ച് ഉള്ളിയും പിന്നെ അതുപോലെ ഉണക്കമുളകും വെളുത്തുള്ളിയും എല്ലാം കൂടി ചീഞ്ചട്ടിയിൽ വെളിച്ചെണ്ണയിൽ താളിച്ചിട്ട് അത്യാവശ്യം വേവിച്ച് വെച്ചിട്ടുള്ള പരിപ്പ് കറി അതിലോട്ട് ഒഴിച്ച് കൊടുത്തിട്ട് ഒരു 5-10 മിനിറ്റോളം ആ ചീഞ്ചട്ടിയിൽ കയറുന്നിട്ട് ഇങ്ങനെ വെന്ത് കഴിഞ്ഞാൽ നമ്മൾ ഉച്ചക്കാലത്തെ ഊണിലേക്ക് കഴിക്കാനുള്ള പരിപ്പ് കറി റെഡിയായി കിട്ടും. ഇനി നമ്മുടെ അടുത്ത പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബീഫ് റെഡിയാക്കലാണ്. ഇപ്പോൾ ബീഫ് നല്ലപോലെ കഴുകി കുക്കറിലിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പ് വേപ്പിലൊക്കെ ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് ഒന്ന് വേവിച്ചെടുക്കണം. ഒരു 2-3 വിസിലടിച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം വേവായി കിട്ടും. എന്നിട്ട് ആ ബീഫ് വേവിച്ചതിന് കുറച്ചെടുത്തിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും അതുപോലെ മുളകും പൊടിയും ഉപ്പും കൂടി നല്ലപോലെ ചേർത്ത് ഇളക്കി കുറച്ച് നേരം ഒന്ന് മാറ്റി വെക്കണം, മസാല നല്ലപോലെ പിടിക്കാനായിട്ട്. അതിനുശേഷം നമുക്കൊരു ഫ്രൈ പാൻ എടുത്തിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമുക്ക് ബീഫ് നല്ലപോലെ ഫ്രൈ ചെയ്തെടുക്കാം. അത്യാവശ്യം വെന്തിട്ടുള്ള ബീഫാണ്, അതുകൊണ്ട് തന്നെ ജസ്റ്റ് ഒന്ന് മൊരിപ്പിച്ചെടുത്താൽ മതി. വെളിച്ചെണ്ണയിലായതുകൊണ്ട് തന്നെ നല്ല അടിപൊളി സ്മെല്ലാണ്, ഒരു രക്ഷയില്ല. അങ്ങനെ നമ്മളെ ബീഫ് ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട്. 2 സൈഡും മാറ്റിയിട്ടിട്ട് മൊരിപ്പിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ മഴ ഒരു രക്ഷയില്ലാട്ടോ, നല്ല പോലെ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമ്മളെ ഫുഡൊക്കെ റെഡി ആയിട്ടുണ്ട്. വേറെ പ്രത്യേകിച്ച് കറികളൊന്നുമില്ല, പരിപ്പ് കറിയും ബീഫും പിന്നെ നമ്മളെ കുത്തരിച്ചോറും. അപ്പോൾ നമ്മൾ ചോറ് വിളമ്പിയിട്ടുണ്ട്. ഇനി ആ പരിപ്പ് കറി നല്ല കട്ട പരിപ്പ് കറിയാണ് കേട്ടോ. അപ്പോൾ അതെടുത്തിട്ട് നമ്മൾ ചോറിൻ്റെ സൈഡിലോട്ട് ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ട് ആ ബീഫിൽ നിന്ന് നല്ലപോലെ പൊരിഞ്ഞ ബീഫിൽ നിന്ന് 2 പീസ് എടുത്തിട്ട് ആ പരിപ്പ് കറി പിന്നെ നമ്മുടെ ബീഫും കൂടി നല്ലപോലെ കുഴച്ചിട്ട് ഒന്ന് കഴിച്ച് നോക്കട്ടെ കേട്ടോ. സംഭവം അടിപൊളിയായിരിക്കും. പരിപ്പ് കറി മീൻ വറുത്തതാണ് കോമ്പിനേഷൻ. പക്ഷേ നമുക്കിപ്പോൾ ഇവിടെ മീനൊന്നും കിട്ടാനില്ല. അപ്പോൾ നമ്മൾ ബീഫും പിന്നെ അതുപോലെ ചിക്കനൊക്കെ വെച്ചിട്ടാണ് ഇപ്പോൾ ഫുഡൊക്കെ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ സംഭവം ഒരു രക്ഷയില്ല കേട്ടോ, നല്ല അടിപൊളിയായിട്ടുണ്ട്. ബീഫ് വേറെ ലെവലാണ്. ഇപ്പോൾ നമ്മളെ പരിപ്പ് കറി ഒരു രക്ഷയില്ല, കൊത്തിക്കാച്ചി പരിപ്പ് കറി നമ്മളെല്ലാവരുടെയും ഫേവറേറ്റാണ്. അപ്പോൾ സംഭവം അടിപൊളിയായിട്ടുണ്ട്, രക്ഷയില്ലാത്ത ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. അടുത്ത മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.